ഹായ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതെ, നമ്മളൊരു തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ തലശ്ശേരി ബിരിയാണി പോലെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ചെറിയ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ചിക്കനെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ചിക്കനെ വലിയ വലിയ പീസസ് ആണെങ്കിലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്, നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ തിരുമ്മിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കൊരു അരമണിക്കൂറൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെ അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുത്താൽ മതി. നന്നായി മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ കാഷ്യൂ, മുന്തിരി, സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നെയ്യിൽ വഴറ്റിയിട്ട് നമ്മൾ ഇതിനെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുന്തിരി കുറച്ചെടുത്തു, കാഷ്യൂ എടുത്തു, അതുപോലെ നമ്മുടെ സവാള നീളത്തിൽ അരിഞ്ഞത്, നൈസായി അരിഞ്ഞത് കൂടി നമ്മൾ എണ്ണയിൽ, എണ്ണ പ്ലസ് നെയ്യുണ്ട്, അതിൽ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ കുറച്ച് സവാള കൂടി ഞാൻ അങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല ലാർജ് സ്കെയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ചെറിയ രീതിയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് തന്നെ വഴറ്റിയെടുക്കുന്നുള്ളൂ. പിന്നെ ഹൈ കാലറി ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എണ്ണയിലും നെയ്യിലൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂ, മുന്തിരി, സവാളയൊക്കെ അങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ സവാള നന്നായി ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ ഇത് മൂന്നും ഞാനൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനുള്ള ഐറ്റംസ് നോക്കട്ടെ. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു, അതിലേക്ക് നല്ലോണം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2-3 സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായി ഫ്രൈ ആയൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് അരിഞ്ഞു കൊടുത്തിട്ട് നന്നായി അങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്ന് നന്നായി അങ്ങ് വേവട്ടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുതിനയില, മല്ലിയില, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ, ഇത് ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. അതെല്ലാം അങ്ങ് ചതച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ചതച്ച് വെച്ചത് കൂടി ഞാൻ ഈ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നന്നായി അത് അവിടെ കിടന്ന് വേവണം കേട്ടോ. നല്ല ഫ്രൈ ആയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടിയോ അങ്ങനെ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചിക്കനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായി അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ സവാളയും തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നല്ലോണം മിക്സ് ആവാനായിട്ട് നമുക്ക് ഈ ചിക്കനെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തൈര് ചേർത്താൽ നല്ലോണം ചിക്കൻ സോഫ്റ്റ് ആവും, വേറൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതറിയാലോ, നമ്മുടെ പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് അങ്ങനെ എല്ലാം ചേർത്തിട്ട് നമ്മളൊരു ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ. നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പണികൾ ഇനി നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ബിരിയാണിയുടെ ഇല, പിന്നെ നമ്മുടെ കുരുമുളക്, പെരിഞ്ചീരകം അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് എനിക്ക് ഈ ബിരിയാണി കിടക്കുന്ന കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് ചെറിയ പീസസൊക്കെ ആക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ടോ. നമ്മൾ ചെറിയ അരിയൊക്കെ യൂസ് ചെയ്യായിരിക്കും അല്ലേ, കുറച്ചും കൂടി നല്ലത് ജീര റൈസ് പോലെ. അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ ചേർത്ത് കൊടുത്തു. ഒരു പ്രഷർ കുക്കർ ആയതുകൊണ്ട് ഒരു വിസിലടിപ്പിച്ചു. ഇതാ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ റൈസ് അങ്ങനെ റെഡിയായി. അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. ചിക്കനിൽ ഇനി വേറെ പണിയൊന്നുമില്ല, വെള്ളമൊന്നും ഒഴിക്കേണ്ട. അത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ നമുക്കതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കിട്ടും, നല്ലോണം ഗ്രേവി ആയിട്ട് വെന്തൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാലഡ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറുതായിട്ട് നമ്മുടെ ക്യാരറ്റ്, പിന്നെ സവാള, അതുപോലെ പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണേ, അതെല്ലാം ചെറിയ പീസസൊക്കെ ആക്കി അരിഞ്ഞിട്ട് ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സാലഡ് കിട്ടും, നല്ലൊരു മണമൊക്കെ ഉണ്ട്. എനിക്ക് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചേർക്കണതും ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഡൈജഷനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അതുപോലെ ഉപ്പൊക്കെ നമുക്ക് കറക്റ്റ് നോക്കാം. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ സാലഡ് തയ്യാറാക്കുന്നത്.
അപ്പോൾ സാലഡും റൈസും റെഡിയായി. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ട്. അപ്പോൾ അതും ഞാൻ ഇറക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മൾ ദം ബിരിയാണി ഉള്ളപ്പോൾ നമുക്ക് ദം ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് തടവി കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ, മുന്തിരി, സവാള, അതുപോലെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുത്തു, അതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ആ ലെയർ പിന്നെയും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ഇത് കാണാൻ തന്നെ സൂപ്പർ ടേസ്റ്റില്ല. ഇത് നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്ലേറ്റിലേക്ക് കൊട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സെപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ തലശ്ശേരി ദം ബിരിയാണി പോലെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ആൻഡ് ഈസിയാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ സവാള ഫ്രൈ ചെയ്തതില്ലേ, അതുകൂടി ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ബിരിയാണി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണാനും നല്ല ലുക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ഇത് നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. അപ്പോൾ നമ്മൾ മൂന്നാളും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സൂപ്പറായി ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.